ലോകത്തെല്ലായിടത്തും സമാധാനം പകരാൻ ഓടി നടന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇപ്പോൾ ലോകത്തിന്റെ തന്നെ സമാധാനം കളയാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിന്റെ പണിപ്പുരയിലാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ചരടുവലിയിൽ തന്നെ ഇറാനിൽ കടുത്ത ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളെ ട്രംപ് ലക്ഷ്യം വെക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇറാനിലെ US സൈനിക ഇടപെടൽ തുടരുമ്പോൾ തന്നെയാണ് അടുത്ത രാജ്യത്തെ ഏറ്റെടുക്കാനുള്ള പദ്ധതി തന്റെ കൈവശമുണ്ട് എന്ന മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. വൈറ്റ് ഹൌസിലെ ചടങ്ങിൽ സംബന്ധിക്കുമ്പോഴാണ് ക്യൂബയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നതും. ഫെബ്രുവരി 27-ന് ക്യൂബയെ സൗഹാർദ്ദപരമായി തന്നെ ഏറ്റെടുക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ നൊബേൽ സമ്മാനം നൽകാത്തതിന്റെ അമർഷം ട്രംപ് ലോകത്തിന്റെ സമാധാനം കളയുന്നതിലൂടെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ താൻ വലിയ ഭരണാധികാരിയാണ് എന്ന് ലോകത്തെ അറിയിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്തരമൊരു നീക്കമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. നെതന്യാഹുവിന്റെ ആജ്ഞകൾ മാത്രം അനുസരിക്കാൻ കഴിയുന്ന വെറുമൊരു നേതാവാണ് എന്ന ആക്ഷേപം പോലും നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്നത്. ക്യൂബയിൽ നടപ്പിലാക്കാനുള്ള പദ്ധതി തന്റെ കൈവശമുണ്ട് എന്നതാണ് വൈറ്റ് ഹൌസിൽ അവിടെ ചടങ്ങിൽ തന്നെ ട്രംപ് വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യം ഇറാനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും അത് പൂർത്തിയാക്കണമെന്നും ട്രംപ് വ്യക്തമാക്കി. നിലവിൽ US-ന്റെ ഉപരോധം നേരിടുന്ന രാജ്യമാണ് ക്യൂബ. അടുത്തിടെ തന്നെ വെനസ്വേലയിൽ US സൈനിക ഓപ്പറേഷൻ നടത്തിയതിനു ശേഷം തന്നെ ക്യൂബയുടെ നില പരിങ്ങലിലായിരുന്നു. വെനസ്വേലയിൽ നിന്നാണ് ക്യൂബയ്ക്ക് ആവശ്യമായ എണ്ണ ലഭിക്കുന്നതും. ക്യൂബ തങ്ങൾക്ക് ആവശ്യമായ ഇന്ധനത്തിന്റെ 1/3 വെനസ്വേലയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. നിലവിൽ ക്യൂബയുടെ ഇന്ധനം ശേഖരമാകട്ടെ അത് കുറഞ്ഞു വരികയാണ്. ഊർജ്ജ പ്രതിസന്ധി മൂലം ദിവസം 20 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ലോഡ് ഷെഡിംഗ് ക്യൂബയിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതേപോലെ തന്നെ ഇറാനുമായുള്ള സംഘർഷം മൂർച്ഛിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ക്യൂബയും ലക്ഷ്യമിടുന്നതെന്ന് അല്ലെങ്കിൽ ഇത്തരമൊരു പ്രസ്താവന നൽകിയിരിക്കുന്നത്. അതേപോലെ ദശാബ്ദങ്ങളായി തന്നെ ക്യൂബയ്ക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ കൂടുതൽ ഘടിപ്പിക്കാൻ തന്നെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം. അതേപോലെ തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു ശക്തിയെ പോലും വെറുതെ വിടില്ല എന്നും ക്യൂബയിലെ നിലവിലെ ഭരണാധികാരികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം ഇവിടെ വലിയൊരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ട്രംപ് അധികാരമേറ്റതു മുതൽ തന്നെ ഇറാനോടും ക്യൂബയോടും പുലർത്തുന്ന കടുത്ത നിലപാടുകളെ അതിന്റെ തുടർച്ചയെന്ന നിലയിലാണ് ഈ ഒരു പുതിയ പ്രഖ്യാപനത്തെ ലോകരാജ്യങ്ങൾ കാണുന്നത്. ട്രംപിന്റെ ഈ പ്രസ്താവനയാകട്ടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും അവിടെ പശ്ചിമേഷ്യയിലും വലിയ ആശങ്കകൾക്ക് കാരണമായതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സമുദ്രമധ്യത്തിൽ തന്നെ ഇറാൻ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ തന്നെ ട്രംപ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കുമോ എന്ന ഭീതിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഇവിടെ വലിയ ആശങ്കയായി തന്നെ ഉയർത്തുന്നത്. അമേരിക്ക ആകട്ടെ അതായത് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി തന്നെ ലോക പോലീസ് എന്ന പദവി വീണ്ടും ഉറപ്പിക്കാനാണ് ഇവിടെ ട്രംപ് ശ്രമം നടത്തുന്നത്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ അവിടെ സൈന്യമോ സാമ്പത്തികമോ ആയ ഏത് നടപടിക്കും ഇടയിൽ തന്നെ അത് എടുക്കുമെന്ന സൂചനയാണ് ട്രംപിന്റെ വാക്കുകളിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല വരും ദിവസങ്ങളിൽ വാഷിംഗ്ടണിൽ നിന്ന് ഇതിന്റെ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളും ഇതോടൊപ്പം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കൃപ ന്യൂസ്.